ഒരൊറ്റ മണിക്കൂറിലെ മഴ കൊണ്ടൊക്കെയാണ് കൊച്ചി യാത്രയ്ക്ക് പോലും ബുദ്ധിമുട്ടുള്ള വെള്ളക്കെട്ടുകളായി മാറുന്നത്. കാക്കനാട് ഇൻഫോ പാർക്കെന്നോ വൈറ്റിലയെന്നോ ഇടപ്പള്ളിയെന്നോ പനമ്പള്ളി നഗറെന്നോ കടവന്ത്രയെന്നോ എന്തിന് KSRTC ബസ് സ്റ്റാൻഡ് എന്ന് പോലുമില്ല. വെള്ളക്കെട്ടാണ്, പ്രളയം ബാധിച്ച മട്ടാണ്. കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് വന്നിട്ടുണ്ടായിരുന്നു. കൊച്ചി കോർപ്പറേഷനോട് 2 ദിവസത്തിനുള്ളിൽ കൊച്ചിയിലെ പ്രളയം സൃഷ്ടിക്കുന്ന ഡ്രെയിനേജുകളെല്ലാം തന്നെ വൃത്തിയാക്കാൻ ഉന്നതാധികാര സമിതിയോട് കൊച്ചി കോർപ്പറേഷൻ സക്കർ മെഷീനുകൾ ഉപയോഗിച്ച് ഡ്രെയിനേജുകളെല്ലാം ക്ലിയർ ചെയ്യുന്നുണ്ടോ എന്ന് മേൽനോട്ടം വഹിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രളയ ദുരിതം മൂലം 2022 സെപ്റ്റംബറിലാണ് കേരളത്തിന്റെ ഹൈക്കോടതി ജില്ലാ കളക്ടർ അധ്യക്ഷനായ കൊച്ചി കോർപ്പറേഷൻ അധികാരികളും കൊച്ചിൻ മെട്രോ റെയിൽ ലിമിറ്റഡും കൊച്ചിൻ സ്മാർട്ട് മിഷൻ ലിമിറ്റഡും ഒക്കെ ഉൾപ്പെട്ട ഒരു ഉന്നതാധികാര കമ്മിറ്റിയെ കൊച്ചിയിലെ പ്രളയ ദുരിതം പരിഹരിക്കാൻ നിയോഗിച്ചത്. വെള്ളം പെട്ടെന്ന് പിൻവലിയാത്ത 15 ഹോട്ട്സ്പോട്ടുകളെ കുറിച്ചും ഉത്തരവിൽ പറയുന്നുണ്ട്. MG റോഡിനും ബാനർജി റോഡിനും ഇടയിലുള്ള ജംഗ്ഷനിലൊക്കെ വെള്ളം തനിയെ പോകില്ലെന്നും മോട്ടോർ പമ്പ് ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്ത് കളയേണ്ട അവസ്ഥയാണെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. ബോർഡുകളും ഫ്ലാഗുകളും ഒക്കെ സ്ഥാപിക്കുന്ന എല്ലാവരെയും, അതായത് ജനങ്ങളെ കൂട്ടായി ഉൾപ്പെടുത്തിയുള്ള ശുചീകരണ പരിപാടിക്കാണ് കോടതി നിർദ്ദേശിക്കുന്നത്. 27-ാം തീയതിയിലേക്ക് കേസ് പരിഗണനയ്ക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. കൊച്ചി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നീതിന്യായ തലസ്ഥാനമാണ്. കൊച്ചിയിലെ പല പ്രദേശങ്ങളും സമുദ്രനിരപ്പിന് താഴെയുമാണ്. ഭൂമിശാസ്ത്രപരമായി വെള്ളം ഒഴുകിപ്പോകുന്നതിൽ ബുദ്ധിമുട്ടുള്ള പ്രദേശങ്ങളാണ് ഇവയൊക്കെ. ലക്ഷക്കണക്കിന് മനുഷ്യർ ജീവിക്കുന്ന പ്രദേശം മൺസൂണിന്റെ വരവിന് മുൻപൊക്കെ വലിയ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. പ്രളയങ്ങൾ അതിജീവിച്ചവരാണ് നമ്മൾ. ആ പാടങ്ങൾ ഇവിടെ തുണയ്ക്കണം. ഡ്രെയിനേജ് ക്ലിയർ ആക്കുന്നത് മൂലം എന്തെങ്കിലും ഒരു വിപത്തിനെ നമുക്ക് തടയാൻ സാധിക്കുന്നെങ്കിൽ അത് നമ്മൾ ചെയ്യണം.